ഫോർ അൽത്താഫ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ മീൻ ക്രൈഫിഷ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ക്രൈഫിഷ് ആണ് ഇതിൻ്റെ പേര്. നമ്മുടെ അടുത്ത് റെഡ്, പിന്നെ നീല, അതുപോലെ തന്നെ ഒരു ബ്രൗണും വൈറ്റും, ഈ 3 കളറുള്ള ക്രൈഫിഷാണ് നമ്മുടെ അടുത്തുള്ളത്. നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പറയാം. അതായത് ഇതിനെ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ലോബ്സ്റ്റർ ഒക്കെ പോലെ ഇരിക്കും കേട്ടോ. ഏകദേശം ഒരു 7 to 15 സെൻറ്റിമീറ്ററോളം നീളം വെക്കുന്ന ഒരു ജീവിയാണ് ലോബ്സ്റ്റർ. ഓസ്ട്രേലിയ, ഏഷ്യ എന്നിവയിലാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്. വയലറ്റ്, ഒരു വൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, അതുപോലെ റെഡ്, ഈ 3 കളറിലെ ക്രൈഫിഷാണ് നമ്മുടെ അടുത്തുള്ളത്. ഈ ക്രൈഫിഷിൻ്റെ കൈപ്പത്തികൾ ഭയങ്കര വലുതായിരിക്കും കേട്ടോ. കണ്ടറിയാം, കണ്ടോ, ഭയങ്കര ഒരു മുന്തിയ കൈപ്പത്തികളാണ്. മാത്രമല്ല ഇതുപോലെ കൂടുതലും കല്ലുകളുടെ മുകളിലോ ഓസുകളുടെ ഇടയിലേക്കാണ് കൂടുതൽ ഒളിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ മാത്രമല്ല, ഇതുപോലെ കരയിലും ഇത് ജീവിക്കും. ഒരുപാട് വെള്ളമില്ലാത്തതാണ് എപ്പോഴും ഈ ക്രൈഫിഷിന് ജീവിക്കാൻ നല്ലത്. മാത്രമല്ല ക്രൈഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ നൈറ്റ്, അതായത് രാത്രി കാലങ്ങളിൽ അത് കൂടുതലും വെള്ളത്തിൽ ഇരിക്കാറില്ല. അപ്പോൾ അതിനെ കയറി നിൽക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കല്ലൊക്കെ വെച്ച് അതിന് മുകളിലാണ് രാത്രി കാലങ്ങളിൽ ഇരിക്കാറ്. അപ്പോൾ വെള്ളത്തിൽ രാത്രി കാലങ്ങളിൽ ജീവിക്കാത്ത ജീവിയും കൂടെയാണ് ക്രൈഫിഷ്. അപ്പോൾ ക്രൈഫിഷിനെ മേടിക്കുന്നവർ സാധാ ഈ അക്വേറിയത്തിൽ ഗപ്പിനെ വളർത്തുന്ന പോലെ തന്നെ എപ്പോഴും വെള്ളത്തിൽ ഇടാതെ കുറച്ച് കല്ലൊക്കെ ഇട്ട് അതിനെ അതായത് വെള്ളത്തിൽ നിന്നൊന്നും കയറി നിൽക്കാനുള്ള സെറ്റപ്പ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. എന്നാലും മാത്രമാണ് സർവൈവ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ചെറിയ ചെറിയ മീനുകളെ കഴിക്കും. പിന്നെ ഈ ചെറിയ ചെടികൾ, പായൽ, പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണമായിട്ട് കൊടുക്കുന്ന, അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ്. മാത്രമല്ല ഇത് മലിനജലം തന്നെ ഫിൽട്ടർ ചെയ്തത് ഒരു ആഹാരമാക്കി എടുക്കുന്ന ഒരു ജീവിയും കൂടിയാണ് ഈ ക്രൈഫിഷ്. ഏകദേശം 2 to 3 വർഷം അല്ലെങ്കിൽ 6 വർഷം വരെ ഒരു ആയുസ്സുള്ളൊരു ജീവിയാണ്. കൂടുതലും ഇതുപോലെ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് ക്രൈഫിഷ്. അതായത് പൈപ്പ് ഇതുപോലെ എന്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് ഇരിക്കാൻ ആഗ്രഹപ്പെടുന്ന ജീവിയാണ് കേട്ടോ ഈ ക്രൈഫിഷ്. ഏകദേശം 100 മുതൽ 300 വരെ മുട്ടകൾ ഈ ക്രൈഫിഷ് ഉൽപ്പാദിക്കുന്നതാണ്. പിന്നെ ഇതൊരു ഒമിനിവേഴ്സും കൂടെയാണ്, ഒമിനിവേഴ്സ് ജീവിയും കൂടെയാണ് നമ്മുടെ ക്രൈഫിഷ്. നല്ല പുറന്തോട് നല്ല കട്ടിയുള്ളതാണ്. ഇതിൻ്റെ നല്ലൊരു കട്ടി ഉണ്ട്. ഏകദേശം ഒരു 3 to 4 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങും. അപ്പോൾ ക്രൈഫിഷിൻ്റെ മുട്ട ഇട്ട് എങ്ങനെ ഇരിക്കണേന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു ലോബ്സ്റ്റർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മുട്ടയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കാണിച്ചു തരാം. അതുപോലെ ഓസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ലതാണ് കേട്ടോ. ഇതാണ് ക്രൈഫിഷ്, എപ്പോഴും അതിനകത്താണ് കാണുന്നത്. ഗൈസ്, ഇതാണ് ലോബ്സ്റ്ററിൻ്റെ മുട്ട. ഏകദേശം 100 to 150 മുട്ട വരെ അതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് അതിനെ ശല്യം ചെയ്യേണ്ട. കണ്ടില്ല, തിരിച്ച് ആ ഓസ് തന്നെ കയറി ഹൈഡായി. ഇതിൻ്റെ ഫീമെയിൽ അത്യാവശ്യം ഒരു അറ്റാക്ക് മെൻറ്റാലിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, 2 വലിയ മുൻകൈകൾ ഇതിനുള്ളത്. അപ്പോൾ ഇത് വെച്ച് കൈ ഇറുക്കാനുള്ള, ഞണ്ടിൻ്റെ കൈ പോലെ ഇത് ഇറുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇറുക്കി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ വെള്ളത്തിലേക്ക് ഇറക്കുക, അല്ലാതെ ഇത് കൈ വിടില്ല. അപ്പോൾ ഇതിനെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ചും ഫീമെയിലാണ് അറ്റാക്ക് മെൻറ്റാലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ഇതിനെ മേടിക്കുന്നവർ ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇറുക്കാൻ നല്ലതുപോലെ ഇറുക്കും കൈ, അപ്പം നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല, നല്ല ശക്തമായിട്ട് ഇറുക്കും. നേരെ വെള്ളത്തിലേക്ക് വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എന്ത് സംഭവിച്ചാൽ. ഇത് ഫംഗി ബ്ലൂ, അതായത് ഫംഗസ് ഒക്കെ വെള്ളത്തിൽ പോകാൻ വേണ്ടിയുള്ള കേട്ടോ. മെത്തലിൻ ബ്ലൂ എന്നൊക്കെ അറിയപ്പെടുന്ന സാധനമാണിത്. കണ്ടോ, മെത്തലിൻ ബ്ലൂ ചേർന്നിട്ടുള്ള സാധനമാണ്. ഒരു വെള്ളം, ഒരു നീല കളറൊക്കെ വരും. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്രൈഫിഷിനെ നിങ്ങളെ കാണിക്കാനാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ കാണിക്കുക. എങ്ങനെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി എങ്ങനെ ഫീഡ് ചെയ്യണം, അതിൻ്റെ തീറ്റകൾ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ പുതിയ വീഡിയോ വരെ കാണുന്നവരെ ബൈ.